ഒരാണിനും പീരീഡ്സ് ഉണ്ട്. മാസത്തിൽ 2-3 തവണയെങ്കിലും ഒരാണിന് വളരെ എക്സ്ട്രീം ലെവലിൽ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. അതായത് ഒരു സ്ത്രീയുടെ മെൻസ്ട്രേഷൻ ടൈമിൽ അവൾ അനുഭവിക്കുന്ന അതേ മാനസിക പ്രയാസങ്ങളൊക്കെ ഇതുപോലെ ഈ സമയത്ത് ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ ആൺകുട്ടികൾക്ക് ഒരു 20-ാമത്തെ വയസ്സിലൊക്കെയാണ് തുടങ്ങുന്നത്. അവരുടെ ലൈഫിലേക്ക് നേരത്തെ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങളാണ് പലപ്പോഴും ഇതിന് കാരണമാകും. ഈ സമയങ്ങളിൽ അവർക്കും ഭയങ്കര ദേഷ്യം കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ വളരെ ഒതുങ്ങിക്കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. വർക്ക് പ്രഷർ ഉണ്ടാവാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം, പേഴ്സണൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ ഇതിന് കാരണമാവാറ്. ആ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒന്നും കേൾക്കാനും പറയാനൊന്നും മനസ്സില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറ്. ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ആ ഒരു സമയത്ത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ഉറക്കക്കുറവും ക്ഷമയില്ലായ്മയും കൂടുതലാവാറുണ്ട്. അത് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സുഹൃത്തുക്കളെടുത്തോ അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറെടുത്ത് പോലും സമയം ചെലവഴിക്കാനോ സംസാരിക്കാനോ ഒന്നും തോന്നാത്തൊരവസ്ഥ ഉണ്ടാവാറ്. ഒരുപക്ഷെ മറ്റുള്ള ആളുകളുടെ മൗനമായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവനെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തോ പാർട്ട്ണറോ ഒന്നും പലപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഒരാളൊന്നും വേണ്ട. എങ്ങനെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ, ജോലിയും ബിസിനസ്സൊക്കെ ഓക്കെയാണോ, വരുമാനമൊക്കെ ഓക്കെയാണ്, ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ അവന് കിട്ടേണ്ട ചെറിയൊരു ഇമോഷണൽ സപ്പോർട്ട് പോലും ആരും കിട്ടുന്നില്ല. അവനാരും മനസ്സിലാക്കുന്നില്ല. സോ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് അവന് ശ്വാസം മുട്ടുന്ന സമയത്തെ അവന് റെസ്പെക്ട് ചെയ്യാനെങ്കിലും ശ്രമിക്കാം.